അമ്പാടിക്കണ്ണന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇനി ഗുരുദക്ഷിണ നൽകി വീട്ടിലേക്ക് മടങ്ങാം. ജ്യേഷ്ഠനായ ബലരാമനും ഒപ്പമുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുവിന്റെ ആശ്രമത്തിൽ താമസിച്ചുള്ള പഠനം. ഗുരുവിനെ ശുശ്രൂഷിച്ചും ഗുരുപത്നിയെ വീട്ടുകാര്യങ്ങളിൽ സഹായിച്ചും കഴിഞ്ഞ നാളുകൾ. വിദ്യ അഭ്യസിക്കാനും ജീവിതം പഠിക്കാനുമുള്ള അവസരം. കംസവധമെല്ലാം കഴിഞ്ഞ് മധുരയിൽ കഴിയുന്ന കാലം. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സമയമായി. 10 വയസ്സ് കഴിഞ്ഞല്ലോ, ഇനിയും വൈകിക്കൂടാ. പിതാവായ വസുദേവൻ ഇരുവരെയും ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയി. വേദജ്ഞനും മഹാപണ്ഡിതനുമായ സാന്ദീപനി മഹർഷിയാണ് ഗുരു. സകലരാലും ആദരണീയൻ, എല്ലാ വിദ്യകളിലും അതിസമർത്ഥൻ. അവന്തി രാജ്യത്തിലായിരുന്നു ഗുരുകുലം. മണികെട്ടിയ രാജകീയ രഥം ആശ്രമ കവാടത്തിൽ വന്നു നിന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. വസുദേവരുടെ കൈപിടിച്ച് തേജസ്വികളായ 2 കുട്ടികൾ അതിൽ നിന്നിറങ്ങി. ആശ്രമത്തിന്റെ പൂമുഖത്ത് സാന്ദീപനിയും ശിഷ്യരും ചേർന്ന് അവരെ എതിരേറ്റു. കുട്ടികൾ ഗുരുവിനെ നമസ്കരിച്ചു. മധുരയിൽ നിന്നെത്തിയ വസുദേവരും മക്കളായ രാമകൃഷ്ണന്മാരുമാണ് അവരെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായി, അളവറ്റ സന്തോഷവും. ഗുരുവിന്റെ കൈകളിൽ മക്കളെ ഏൽപ്പിച്ച് വസുദേവർ മടങ്ങി. രാമകൃഷ്ണന്മാർ ആശ്രമത്തിലെ അന്തേവാസികളുമായി. വേദങ്ങൾ, വേദാന്തങ്ങൾ, ധർമ്മസംഹിതകൾ, പുരാണങ്ങൾ തുടങ്ങിയവയെല്ലാം കുട്ടികൾ ഹൃദിസ്ഥമാക്കി. സകല ആയുധവിദ്യകളും പഠിച്ചു. ഉത്സാഹികളും ബുദ്ധിമാന്മാരുമായിരുന്നു കുട്ടികൾ. 64 ദിവസം കൊണ്ട് രാമകൃഷ്ണന്മാരുടെ പഠനം പൂർത്തിയായി. എല്ലാ അറിവിന്റെയും കേദാരവും ത്രികാലജ്ഞാനിയുമായ ഭഗവാന് വിദ്യ അഭ്യസിക്കേണ്ടതില്ലല്ലോ. എങ്കിലും ലോകത്തെ ബോധ്യപ്പെടുത്താൻ വിദ്യാർത്ഥിയായി നടിച്ചു എന്ന് മാത്രം. ഗുരുകുലവാസവും ഭഗവാന്റെ ഒരു ബാലലീല തന്നെ. ഗുരുകുലത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രിയങ്കരനുമായ സഹപാഠിയുമായിരുന്നു സുദാമാവ്. കുചേലൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഉത്തമ ഭക്തൻ. ഗുരുകുലവാസകാലത്ത് വേർപിരിയാത്ത കൂട്ടുകാരായിരുന്നു അവർ. പരമ ദരിദ്രനായ കുചേലനെയും കുടുംബത്തെയും ബാല്യകാല സുഹൃത്തായ കൃഷ്ണൻ സകലവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിച്ച കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പഠിപ്പ് കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുക എന്നൊരു ചടങ്ങുണ്ട്. വിദ്യ സഫലമാവണമെങ്കിൽ ഗുരുദക്ഷിണ സമർപ്പണം വേണമെന്നാണ് വിശ്വാസം. എന്താണ് ദക്ഷിണയായി നൽകേണ്ടതെന്ന് കൃഷ്ണന് അറിയില്ലായിരുന്നു. ഗുരുഹിതം അറിഞ്ഞു വേണമല്ലോ ദക്ഷിണ സമർപ്പണം. രാമകൃഷ്ണന്മാർ ഗുരുവിനെ സമീപിച്ച് വിനയപൂർവ്വം പറഞ്ഞു, ഗുരുനാഥ, ഞങ്ങളുടെ പഠിപ്പ് പൂർത്തിയായെന്ന് അവിടുന്ന് അരുളിയല്ലോ. എന്താണ് ഗുരുദക്ഷിണയായി നൽകേണ്ടതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവിടുന്ന് അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്തെന്ന് അരുളി ചെയ്താലും. ഗുരുനാഥൻ സന്തുഷ്ടനായി. അദ്ദേഹം വാത്സല്യത്തോടെ പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ സാധാരണ ബാലന്മാരല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 64 ദിവസം കൊണ്ട് സകല വിദ്യകളും ശാസ്ത്രങ്ങളും പഠിച്ച നിങ്ങൾ ദിവ്യന്മാർ തന്നെ. നിങ്ങളുടെ ഗുരുനാഥനാകാൻ കഴിഞ്ഞത് എൻ്റെ സുഹൃതവും മഹാഭാഗ്യവുമാണ്. ഇതിൽ പരം മറ്റൊരു ദക്ഷിണ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതീവ കൃതാർത്ഥനും സന്തുഷ്ടനുമാണ്. ഗുരുദേവ, പഠിപ്പ് കഴിഞ്ഞാൽ ദക്ഷിണ എന്നൊരു സമ്പ്രദായം ശാസ്ത്രം പറയുന്നുണ്ടല്ലോ. അത് സമർപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അങ്ങയുടെ ആഗ്രഹം എന്തായാലും പറയൂ. അത് സാധിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കൃഷ്ണൻ വിനയാന്വിതനായി പറഞ്ഞു. എന്ത് പറയണമെന്നറിയാതെ ഗുരുനാഥൻ വിഷമിച്ചു. അദ്ദേഹം ഇക്കാര്യം ഭാര്യയുമായി സംസാരിച്ചു. ആ സ്വാതി സ്വരം താഴ്ത്തി പതിയോട് പറഞ്ഞു, ഈ കുട്ടികൾ സാധാരണക്കാരല്ല. അങ്ങ് നമുക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ കാര്യം സംസാരിച്ചു നോക്കൂ. ഭാര്യയുടെ യാചന സാന്ദീപനിയെ സ്പർശിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കഴിഞ്ഞകാല അനുഭവം തെളിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപാണ് സാന്ദീപനി ദമ്പതിമാർക്ക് ഒരു മകനുണ്ടായിരുന്നു. ഒരു ദിവസം പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന അവനെ കാണാതായി. പിന്നെ അവൻ മടങ്ങി വന്നില്ല. ഒരേ ഒരു മകനായിരുന്നു അവൻ. അവന്റെ തിരോധാനം ആ മാതാപിതാക്കളെ തീരാ ദുഃഖത്തിലാഴ്ത്തി. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ശവം കിട്ടേണ്ടതാണല്ലോ. അതുണ്ടായില്ല. കുട്ടിയെ ഏതോ ജലപ്പിശാച് കൊണ്ടുപോയതാവാമെന്ന് കരുതി അവർ കാലം കഴിച്ചു. ഭാര്യയുടെ വാക്കുകൾ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകിയതുപോലെ സാന്ദീപനിക്ക് തോന്നി. അദ്ദേഹം രാമകൃഷ്ണന്മാരോട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഉണ്ണിയെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരൂ. അതിനേക്കാൾ വലിയൊരു ഗുരുദക്ഷിണയില്ല. വീട്ടിലേക്ക് മടങ്ങാൻ അച്ഛൻ വസുദേവൻ അയച്ച രഥം ആശ്രമ സമീപത്തുണ്ടായിരുന്നു. ഗുരുവിനോട് യാത്ര പറഞ്ഞ്
കുട്ടികൾ അതിൽ കയറി യാത്രയായി. പോയത് വീട്ടിലേക്കല്ല, സമുദ്ര തീരത്തേക്കായിരുന്നു. ജലദേവതയായ വരുണനെ സങ്കൽപ്പിച്ചു. ഉടനെ ആ ദേവൻ കൃഷ്ണസന്നിധിയിലെത്തി. ഭഗവാനെ, എന്താണ് അടിയൻ ചെയ്യേണ്ടത്? വരുണൻ ആഗമന ഉദ്ദേശം ആരാഞ്ഞു. വരുണദേവ, ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനി മഹർഷിയുടെ മകനെ പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് കാണാതായിരിക്കുന്നു. സമുദ്രദേവനായ അങ്ങാണ് അതിനുത്തരവാദി. ആ കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഭഗവാൻ കൽപ്പിച്ചു. വരുണന്റെ മുഖത്ത് ഭയം നിഴലിച്ചു. എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ്. എന്റെ പരിധിയിൽ അങ്ങനെ ഒരു കുമാരനില്ല. ഭഗവാനെ, ഞാൻ നിരപരാധിയാണ്. വരുണൻ ഭഗവാനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു. പഞ്ചജൻ എന്നൊരു ഭീകര ജലജീവി ഈ സമുദ്രത്തിൽ പാർക്കുന്നുണ്ട്. അവനെ കീഴ്പ്പെടുത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവൻ ഒരു ശംഖിന്റെ രൂപത്തിലാണ് കഴിയുന്നത്. ഒരുപക്ഷെ ഗുരുപുത്രനെ അപഹരിച്ചത് അവനായിരിക്കും. വരുണദേവൻ തന്റെ സംശയം ഭഗവാനെ ധരിപ്പിച്ചു. നന്ദനന്ദനൻ സമുദ്രത്തിൽ ആഴത്തിൽ മുങ്ങി പഞ്ചജനെ തിരയാൻ തുടങ്ങി. എവിടെയും അസുരനെ കാണാനായില്ല. അവസാനം ഒരു അഗാധ കയത്തിൽ വെച്ച് അവനെ പിടികൂടി. അവൻ സ്വരൂപമെടുത്ത് ഭഗവാനുമായി ഏറ്റുമുട്ടി. അതിഭയങ്കരമായ ദ്വന്ദ്വയുദ്ധത്തിനൊടുവിൽ വാസുദേവൻ പഞ്ചജനെ കൊന്നു. അവന്റെ മാറ് പിളർന്ന് അതിനകത്തുണ്ടായിരുന്ന ശംഖെടുത്ത് ഭഗവാൻ പുറത്തു വന്നു. ഭഗവാൻ മനോഹരമായ ആ ശംഖിലൂതി. അത്ഭുതകരമായ ഒരു ശബ്ദമാണ് അതിൽ നിന്ന് പുറപ്പെട്ടത്. പഞ്ചജന്റെ നെഞ്ചിൽ നിന്ന് ലഭിച്ച ആ ശംഖാണ് പാഞ്ചജന്യം. സമുദ്രത്തിൽ നിന്നും ഗുരുപുത്രനെ കിട്ടാതെ വന്നപ്പോൾ രാമകൃഷ്ണന്മാർ യമലോകത്തേക്ക് പോയി. കാലപുരിയിലെത്തിയ കൃഷ്ണൻ ഉച്ചത്തിൽ പാഞ്ചജന്യം മുഴക്കി. അതിന്റെ ഘോര ശബ്ദം കേട്ട് യമധർമ്മരാജാവ് അവരുടെ മുന്നിലെത്തി. അവർ ഈശ്വരാവതാരമായ രാമകൃഷ്ണന്മാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യമധർമ്മൻ ഭക്ത്യാദരപൂർവം നമസ്കരിച്ചു. ഈ യമലോകത്ത് എഴുന്നള്ളാൻ കാരണം എന്താണെന്ന് അരുളി ചെയ്താലും. കാലദേവൻ ചോദിച്ചു. യമധർമ്മ, ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനി മഹർഷിയുടെ മകനെ പ്രഭാസ തീർത്ഥത്തിൽ കാണാതായിരിക്കുന്നു. സമുദ്രദേവനായ വരുണനോട് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആ കുമാരൻ ഇവിടെയുണ്ടെങ്കിൽ ഉടനെ അവനെ വിട്ടുതരണം, രാമകൃഷ്ണന്മാർ ആജ്ഞാപിച്ചു. കാലദേവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അല്പനേരം കഴിഞ്ഞ് ഗുരുപുത്രനുമായി തിരിച്ചെത്തി. ഭഗവാനെ, ഇതാണ് സാന്ദീപനി മുനിപുങ്കവന്റെ ബാലൻ. ഇവിടെ ഭഗവാന്മാരുടെ പാദസ്പർശം ആഗ്രഹിച്ചുകൊണ്ട് അടിയൻ ചെയ്ത ഒരവിവേകമാണിത്. ക്ഷമിക്കണം, ഞാൻ കൃതാർത്ഥനായി. ഗുരുപുത്രനെ അങ്ങ് സ്വീകരിച്ചാലും. യമധർമ്മൻ ഭഗവാന്റെ കാലടികളിൽ വീണു സ്തുതിച്ചു. രാമകൃഷ്ണന്മാർ ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഗുരുവിന് നൽകി. മരിച്ചു എന്ന് കരുതിയ പുത്രനെ ജീവനോടെ തിരിച്ചു കിട്ടിയപ്പോൾ ഗുരുവിനും പത്നിക്കുമുണ്ടായ സന്തോഷത്തിന് അളവില്ലായിരുന്നു. ഇത്തരം അവിശ്വസനീയമായ ഒരു ഗുരുദക്ഷിണ നൽകാൻ ഭഗവാൻ കൃഷ്ണനല്ലാതെ ആർക്കാണ് സാധിക്കുക? ഗുരു ശിഷ്യന്മാരെ മാറോടണച്ചനുഗ്രഹിച്ചു. രാമകൃഷ്ണന്മാർ ഗുരുവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് സഹപാഠികളോടെല്ലാം യാത്ര പറഞ്ഞ് മധുരാപുരിയിലേക്ക് പുറപ്പെട്ടു. ഗുരുശിഷ്യ ബന്ധത്തിന്റെയും ഗുരുഭക്തിയുടെയും ഉദാത്ത ഭാവമാണ് ഇവിടെ തെളിയുന്നത്. ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ, ജയിക്കട്ടെ ദേവി രാധിക, ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ. എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമ ഭക്തരും. രാധേ കൃഷ്ണ.